ഹായ് ഗായ്സ്, ഹാവ് എ നൈസ് ഡേ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് ജൈവ വൈവിധ്യം? അത് ഈ ഭൂമിയിൽ ലൈഫിന് ഒരുപാട് വെറൈറ്റീസ് കാണപ്പെടുന്നുണ്ട് അല്ലേ? അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ജൈവ വൈവിധ്യം എന്നത്. അത് പ്ലാന്റ്സിൻ്റെതായിക്കോട്ടെ, ആനിമൽസിൻ്റെതായിക്കോട്ടെ, ഇനി മൈക്രോ ഓർഗാനിസംസോ അവർ കണ്ടെയ്ൻ ചെയ്യുന്ന ജീൻസോ എക്കോസിസ്റ്റംസോ ഇതിലെല്ലാറ്റിലും കാണപ്പെടുന്ന മൊത്തത്തിലുള്ള വെറൈറ്റി, അതിൻ്റെ വൈവിധ്യത്തെയാണ് നമ്മൾ ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമുക്ക് മെയിനായിട്ടും ഈ ടേം കോയിൻ ചെയ്ത വ്യക്തി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എഡ്വേർഡ് വിൽസൺ എന്ന സോഷ്യോ ബയോളജിസ്റ്റ് ആണ്. ആൻഡ് ബയോഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അത് 3 ലെവലിൽ പൊസസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി, സെക്കൻഡ് വൺ ഈസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് തേർഡ് വൺ ഈസ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരേ സ്പീഷീസിനകത്ത് കാണപ്പെടുന്ന ജീവികളിൽ ജീൻസിലുള്ള വൈവിധ്യമാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പീഷീസ് പ്രോസസ് ചെയ്യുന്ന ഡൈവേഴ്സിറ്റിയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഗിവൺ ഏരിയയിൽ കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്കോസിസ്റ്റംസ് വഴി ഉണ്ടാവുന്ന വൈവിധ്യമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. എന്താണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഒരേ സ്പീഷീസിനകത്തുള്ള ജീൻസിൽ കാണപ്പെടുന്ന വേരിയേഷൻസ് ആയിരിക്കും ഇത്. അത് അവയുടെ DNA സീക്വൻസ് വഴിയോ അല്ലെങ്കിൽ ജനറ്റിക് കമ്പോസിഷനിൽ ഉണ്ടായ ചേഞ്ചസ് വഴിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അവരുടെ പാരൻസിൽ നിന്നും നേടിയെടുത്ത ഹെറിറ്റബിൾ ട്രൈറ്റ് വഴിയോ പ്രോസസ് ചെയ്യാവുന്ന വൈവിധ്യമാണ് ജനിതക വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പം അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 50,000-ലധികം റൈസ് വെറൈറ്റീസ് കാണപ്പെടുന്നുണ്ട്. അതേപോലെ 1000-ലധികം മാംഗോ വെറൈറ്റീസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരേ സ്പീഷീസിനകത്ത് തന്നെയുള്ള വൈവിധ്യത്തെയാണ് നമ്മൾ ജനറ്റിക് വൈവിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഹൈ ലെവലിൽ കാണിക്കുന്ന ഒരു കൺട്രിയാണ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒരേ എക്കോസിസ്റ്റത്തിനകത്ത് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പീഷീസ് കാണപ്പെടും. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഫോറസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ലേക്ക് ഉണ്ടെങ്കിൽ ആ ലേക്കിനകത്ത് ഒരു അക്വാട്ടിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫ്രോഗ് കാണും, അതിനകത്ത് ഫിഷ് കാണും, ലാർജ് ഫിഷ് കാണും, ക്രാബ്സ് ഉണ്ടാകും, സ്നേക്സ് ഉണ്ടാകും. അങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ വ്യത്യസ്തങ്ങളായ സ്പീഷീസ് ഉണ്ടാകും. അപ്പം നമ്മൾ ഒരു മരം എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അണ്ണാറക്കണ്ണൻ ഉണ്ടാകാം, കുരങ്ങൻ ഉണ്ടാകാം, വ്യത്യസ്തങ്ങളായ പക്ഷികൾ ഉണ്ടാവാം, ഉറുമ്പുകൾ ഉണ്ടാകും. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ കുറേ സ്പീഷീസുകൾ കാണപ്പെടുന്നതാണ് ഈ സ്പീഷീസ് ലെവലിലുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ ഹയസ്റ്റ് നമ്പറിൽ പൊസസ് ചെയ്യുന്നത് സ്പീഷീസ് ലെവൽ ഡൈവേഴ്സിറ്റിക്ക് കാരണമാവാറുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് എടുക്കുകയാണെങ്കിൽ അവിടെ വെറൈറ്റീസ് ഓഫ് ആംഫിബിയൻസ്, ഉറുമ്പുകളുടെ തന്നെ വൈവിധ്യം ഏറ്റവും കൂടുതൽ, തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും വൈവിധ്യമൊക്കെ കൂടുതലായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ വെസ്റ്റേൺ ഗട്ട്സ് റീജിയൻ ഒക്കെ പറയുന്നത്. ഇനി ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഗിവൺ ഏരിയയിൽ വ്യത്യസ്തങ്ങളായ എക്കോസിസ്റ്റംസ് ഉണ്ടാവാറുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഫോറസ്റ്റ് തന്നെ പറയാം. അവിടെ അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ടാകും, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉണ്ടാകും. ഇപ്പോൾ ടെറസ്ട്രിയൽ തന്നെ ഷ്രബ്സിനിടയിൽ ഒരു എക്കോസിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഹയസ്റ്റ് പ്ലാന്റ്സിനിടയിൽ, ഹയസ്റ്റ് ട്രീസിനിടയിൽ വേറൊരു എക്കോസിസ്റ്റം ആയിരിക്കും. അവിടെ തന്നെ ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ടാകും, അതിൽ വേറൊരു ടൈപ്പ് എക്കോസിസ്റ്റം ആയിരിക്കാം. ഇതാണ് എക്കോളജിക്കൽ ലെവലുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോർവേ പോലൊരു സ്കാൻഡിനേവിയൻ രാജ്യത്ത് അവിടെ ഹയസ്റ്റ് ആയിട്ടുള്ള കോൾഡ് ഫേസ് ചെയ്യുന്ന കൺട്രിയാണ്. അവിടെ അത്രമാത്രം എക്കോളജിക്കൽ ലെവൽ ഡൈവേഴ്സിറ്റി പ്രോസസ് ചെയ്യണമെന്നില്ല. എന്നാൽ ഇന്ത്യയെ പോലുള്ള ഇവിടെ ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥയുള്ള ഈ ഒരു രാജ്യത്ത് കുറേ ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഡെസേർട്സ് ഉണ്ട്, റെയിൻ ഫോറസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റിൽ തന്നെ ഡെസിഡേർസ് ഫോറസ്റ്റ് ഉണ്ട്, സെമി അരിഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ മാൻഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. ഇതല്ലാതെ കോറൽ റീഫ്സ്, വെറ്റ് ലാൻഡ്സ്, ഈസ്റ്റീരിയാസ്, ആൽപൈൻ മീഡോസ്, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഇന്ത്യയിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. സോ ഇത്രമാത്രം വൈവിധ്യങ്ങളുള്ളത് തന്നെ ഈ വൈവിധ്യത്തെ എല്ലാം ഇതേപടി നിലനിർത്തേണ്ടതും ആവശ്യമാണ്. എന്തുകൊണ്ട് നമ്മൾ ഇതിനെ സംരക്ഷിക്കുന്നു? ജൈവ വൈവിധ്യം എന്ന ഈ ഒരു പ്രത്യേക കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രമാത്രം കൺസർവേഷൻ അർഹിക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഹാബിറ്റേറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. അതായത് ഈ മെയിനായിട്ടും മൈനിങ് പർപ്പസിനും അഗ്രികൾച്ചറിനും അല്ലെങ്കിൽ താമസത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ ഹൈവേയുടെ നിർമ്മാണം, പിന്നെ നഗരവൽക്കരണം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫോറസ്റ്റുകളും വെറ്റ് ലാൻഡ്സും ഗ്രാസ് ലാൻഡ്സ് എല്ലാം വെട്ടിത്തെളിച്ച് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അവിടുത്തെ ജീവിവർഗ്ഗങ്ങളെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അടുത്തൊരു കോസ് എന്ന് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായിട്ടുള്ള ചൂഷണം. അതായത് എക്സസീവ് ആയിട്ടുള്ള ഹണ്ടിങ്, ഓവർ ഫിഷിങ്, പിന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള വൈൽഡ് ലൈഫ് ട്രേഡ് ഒക്കെ കാരണം തന്നെ പല സ്പീഷീസുകളും തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റാതെയും അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റേറ്റിൽ ലോസ് വന്നതുകൊണ്ടും അവർക്ക് നിലനിൽപ്പില്ലാതെ പോയിട്ടുണ്ട്.
നെക്സ്റ്റ് വൺ ആണ് ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസുകളുടെ ആധിപത്യം. അതായത് ഈ വൈദേശിക സ്പീഷീസുകൾ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. കുളവാഴ പോലുള്ളത് അല്ലെങ്കിൽ ഇത് ലെൻറ്റാര കമാര പോലുള്ള നോൺ നേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ സ്പീഷീസിനെ അവരുടെ ഫുഡും സ്പേസ് ഒക്കെ തന്നെ അബ്സോർബ് ചെയ്തിട്ട് ഇവിടുത്തെ ലോക്കൽ സ്പീഷീസിനെ തുടച്ചു നീക്കുക ചെയ്യുക. സോ അങ്ങനെയുള്ള കേസസ് വഴി ഇവിടെ സ്പീഷീസിന് പല ജീവികൾക്കും വംശനാശം സംഭവിക്കാനും മറ്റും ഇടയാവാറുണ്ട്. അങ്ങനെ ജൈവ വൈവിധ്യത്തെ അത് ദോഷകരമായി ബാധിക്കാറുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞത്. അതായത് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ ടെമ്പറേച്ചർ വല്ലാതെ കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ റെയിൻഫോൾ പാറ്റേൺസിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കാലാവസ്ഥയിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ ജൈവ വൈവിധ്യത്തെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. അവർക്ക് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നു. പല ജീവികൾക്കും തങ്ങൾക്ക് വേണ്ട വെള്ളവും അല്ലെങ്കിൽ താമസവും ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് മൂലം അവർക്ക് ഈ എക്സ്ട്രീം ആയിട്ടുള്ള ചൂട് സഹിക്കാൻ പറ്റാതെയൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകേണ്ടി വന്നിട്ട് ആ മൈഗ്രേഷനിടയിൽ അവർക്ക് കുറേ നാശങ്ങൾ സംഭവിക്കാറുണ്ട്. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് പൊല്യൂഷൻ ആണ്. അത് പല ടൈപ്പ് പൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ കെമിക്കൽ ലെവലിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മൂലമുള്ള പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ആയിക്കോട്ടെ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ കണ്ടാമിനേഷൻ, ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള ടോക്സിൻസ് ഇവിടുത്തെ ലാൻഡിലും എയറിലും ഒക്കെ ആയിട്ട് അവശേഷിപ്പിക്കുന്നതും ജീവികളുടെ നാശത്തിന് കാരണമാകാറുണ്ട്. ഈ ജീവികളുടെ നാശം സംഭവിക്കുന്നത് ഫുഡ് ചെയിൻ എഫക്ട് ചെയ്യുന്ന പോലെ മൊത്തത്തിൽ അത് റൗണ്ട് ചെയ്ത് ബയോഡൈവേഴ്സിറ്റി ഫുള്ളായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ബയോളജിക്കലി ഹൈലി വെൽത്തി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൺസർവേഷൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള കുറച്ച് റീജിയൻസിനെ ഹോട്ട്സ്പോട്ടുകളായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ കാണപ്പെടുന്ന 36 എണ്ണത്തിൽ 4 എണ്ണം ഇന്ത്യയിലാണുള്ളത്. ഇങ്ങനെ ഒരു സ്പേസിനെ നമ്മൾ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആയിട്ട് മാറ്റുകയാണെങ്കിൽ അതിന് മേജർ ആയിട്ടുള്ള 2 ക്രൈറ്റീരിയാസ് ആണുള്ളത്. ഒന്ന്, ആ ഏരിയയിൽ 1500 സ്പീഷീസുകളെങ്കിലും വാസ്കുലർ പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻഡമിക് ആയിട്ട് നമ്മുടെ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന സ്പീഷീസുകളായിരിക്കണം. മറ്റൊന്നെന്ന് പറയുന്നത് അവരുടെ പ്രൈമറി വെജിറ്റേഷന്റെ 70% ഓൾമോസ്റ്റ് നശിച്ചിട്ടുണ്ടാവണം. അപ്പം അങ്ങനെയുള്ളൊരു റീജിയനെ ഹോട്ട്സ്പോട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന് എക്സ്ട്രാ കെയർ കൊടുത്ത് സംരക്ഷിക്കാറുണ്ട്. ഏതൊക്കെയാണ് ഹോട്ട്സ്പോട്ടുകൾ എന്ന് പരിചയപ്പെടാം. ഇന്ത്യയിലെ 4 ഹോട്ട്സ്പോട്ട്സ് ആണ് വെസ്റ്റേൺ ഗാട്സ്, ഹിമാലയാസ്, ഇൻഡോ ബർമൻ റീജിയൻ ആൻഡ് സുണ്ടർലാൻഡ്, സുഡറ്റൻ ലാൻഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. സോ ഇതിന്റെ ലൊക്കേഷനൊക്കെ വെച്ച് നമുക്ക് പഠിക്കാം. വെസ്റ്റേൺ ഗാട്സ് വെസ്റ്റേൺ കോസ്റ്റൽ റീജിയനിന്റെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ത്രെറ്റ് എന്ന് പറയുന്നത് ഈ മൈനിങ്ങും പ്ലാന്റേഷൻസും ഒക്കെ തന്നെയാണ്. സോ അവിടെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എവല്യൂഷണറി ഗേറ്റ് വേ. നമുക്കറിയാം മഡഗാസ്കർ ഐലൻഡുമായിട്ടൊക്കെ ഒരു കണക്ഷൻ അവര് ഇപ്പോഴും, അതുകൊണ്ടാണ് ഈ മഡഗാസ്കറിൽ കാണപ്പെടുന്ന പല സ്പീഷീസുകൾ ഇവിടെയും ഇന്നും നിലനിൽക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നത്. ആ ഒരു പാത്ത് വേ ഓഫ് കണക്ഷൻ വെസ്റ്റേൺ ഗാട്സിനിടയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് ഇപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയൻ ആണ്. നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. അവിടെ പ്രധാനപ്പെട്ട തട്ട് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വഴി ഹിമാലയൻ റീജിയനിൽ മഞ്ഞുരുകുന്നുണ്ട്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഗംഗ ബ്രഹ്മപുത്ര നദികളിലുണ്ടാകുന്ന പ്രളയമൊക്കെ അതിനൊരു റീസൺ ആണ്. അവിടുത്തെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് തന്നെയാണ്. ഇപ്പോൾ മൗണ്ട് എവറസ്റ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്ലേസ് ആണ്. അടുത്ത ഹോട്ട്സ്പോട്ടാണ് ഇൻഡോ ബർമൻ റീജിയൻ. അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഈ ജുമിങ് പോലുള്ള കൃഷിരീതിയൊക്കെ വഴി അവിടുത്തെ എൻവയോൺമെന്റിൽ നല്ല രീതിയിലുള്ള ത്രെറ്റ് നേരിടുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് അറിയപ്പെടുന്നത് ബേർഡ് ഡൈവേഴ്സിറ്റി നല്ല കൂടുതലായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇൻഡോ ബർമൻ റീജിയൻ. അടുത്ത സുണ്ടർലാൻഡ് ആണ്. നിക്കോബാർ ഐലൻഡ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ റൈസിംഗ് സീ ലെവൽ, ഇപ്പോൾ ഈ ഹിമാലയത്തിലേക്ക് മഞ്ഞുരുകി നേരെത്തുന്നത് കടലിലേക്കാണല്ലോ. അപ്പോൾ പിന്നെ ഈ ഐലൻഡുകൾ എപ്പോഴും തന്നെ ഈ ഒരു ഭീഷണി നേരിടുകയാണ്. എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാം എന്നുള്ള ഒരു ഭീഷണി അവർക്കുണ്ട്. അവിടുത്തെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് മറൈൻ ആൻഡ് ടെറസ്ട്രിയൽ ലിങ്ക് ബിറ്റ്വീൻ ദ ഫ്ലോറ ആൻഡ് ഫോണയാണ്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബയോ ജിയോഗ്രഫിക്കൽ സോൺസിനെ കുറിച്ച് നോക്കാം. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയെ പല ഭൂരൂപങ്ങളുടെ അടിസ്ഥാനത്തിലും വേർതിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയൻ റീജിയൻ, ഹിമാലയൻ ഡെസേർട്ട്, സെമി അരിഡ്, വെസ്റ്റേൺ ഗാട്സ്, ഡെക്കാൻ പ്ലാറ്റ്യൂ, ഗംഗാറ്റിക് പ്ലെയിൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, ഐലൻഡ്സ് ആൻഡ് കോസ്റ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏരിയ അണ്ടറിൽ വരുന്നത് ഡെക്കാൻ പ്ലാറ്റ്യൂ, നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിലാണ്. അതാണ് ലാർജസ്റ്റ് ആയിട്ടുള്ള സോണ്. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും അവിടെ കാണപ്പെടുന്ന കീ സ്പീഷീസ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസ് ഹിമാലയയിലാണെങ്കിൽ കോൾഡ് ഡെസേർട്ട് ആണല്ലേ, ശീത മരുഭൂമിയാണ് ട്രാൻസ് ഹിമാലയ റീജിയൻ, ലഡാക്ക് ഭാഗങ്ങളൊക്കെ. അവിടുത്തെ കീ സ്പീഷീസ് ആണ് സ്നോ ലിയോപാഡ്, ഹിമപ്പുലി. ഇനി ഹിമാലയ എടുക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ആണ് അതിന്റെ ഫീച്ചറായിട്ട് വരുന്നത്. റെഡ് പാൻഡ, ചുവന്ന പാൻഡ കാണപ്പെടുന്ന റീജിയൻ ആണ്. ഡെസേർട്ട് എടുക്കുകയാണെങ്കിൽ അരിഡ് ആൻഡ് സോൾട്ട് ഫ്ലാറ്റ്സ് ആയിരിക്കും. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പോലുള്ള പക്ഷികൾ അവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി
സെമി ആരിഡ് റീജിയൻ അതൊരു ട്രാൻസിഷൻ സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഏഷ്യാറ്റിക് ലൈൻ കാണപ്പെടുന്നുണ്ട്, ഗുജറാത്തിന്റെ ഭാഗങ്ങളാണ്. അടുത്ത വെസ്റ്റേൺ ഗട്ട്സ് നോക്കുകയാണെങ്കിൽ ഹൈ എൻഡമിക് സ്പീഷീസുകൾ കൂടുതലുള്ള റീജിയൻ ആണ്. അവിടെ ലൈൻ ടെയിൽഡ് മക്കാക്യു അല്ലേ, സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ സൈലന്റ് വാലിയിലൊക്കെ. പിന്നെ ഡെക്കാൻ പ്ലേറ്റു പറഞ്ഞ അവിടെ ടൈഗർ, സ്ലോത്ത് ബിയർ പോലുള്ള കീ സ്പീഷീസുകളുണ്ട്. ഗംഗാറ്റിക് പ്ലെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അലൂവിയൽ ആൻഡ് ഫെർട്ടൈൽ ആയിട്ടുള്ള പ്രദേശമാണ്. റിവർ ഡോൾഫിൻ, ഇന്ത്യയുടെ ഔദ്യോഗിക ജലജീവിയായിട്ടുള്ള ഗംഗാറ്റിക് ഡോൾഫിൻ കാണപ്പെടുന്ന പ്രദേശമാണ്. നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ സ്പീഷീസിന്റെ ഗേറ്റ്വേ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഹ്യൂലോക്ക് ഗിബ്ബൺ, ഇന്ത്യയിലെ ഒരേ ഒരു ഗിബ്ബൺ സ്പീഷീസാണ് ഹ്യൂലോക്ക് ഗിബ്ബൺ. അത് കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയണിലാണ്. ഇനി ഐലൻഡ്സ് എടുക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ള മറൈൻ ഡൈവേഴ്സിറ്റി പ്രൊസസ് ചെയ്യുന്ന ഭാഗമാണിത്. ഡ്യൂഗോങ് കാണപ്പെടുന്ന ഏരിയയാണ് ഇന്ത്യയുടെ ഐലൻഡ് റീജിയൻസ്. അടുത്ത് കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ മാംഗ്യൂവ്സിന് വളരെ ഫേമസ് ആണ്, സുന്ദർബൻസ് ഒക്കെ പോലുള്ളത്. മാത്രമല്ല അവിടെ കീ സ്പീഷീസ് ആയിട്ട് വരുന്നത് ഒലിവ് റിഡ്ലി ടേർട്ടിൽസ് ആണ് അല്ലെ. ഒലിവ് റിഡ്ലി കടലാമകൾ മുട്ടയിടാൻ വരുന്ന തീരം ഒഡീഷ തീരം, കേരളത്തിലും ഇപ്പോൾ അവരുടെ പ്രസൻസ് കാണപ്പെടുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് മൊത്തത്തിലുള്ള ഈ എക്കോസിസ്റ്റംസിന്റെയും സ്പീഷീസിന്റെയും ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ ഒക്കെ പ്രൊട്ടക്ഷനും മാനേജ്മെന്റിനും വേണ്ടിയിട്ട് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓരോ രാജ്യവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവരുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കേണ്ട കാര്യം തന്നെയാണ്. സോ ഈ വൈഡ് റേഞ്ച് ഓഫ് എക്കോളജിക്കൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ ബെനിഫിറ്റ്സ് ബയോഡൈവേഴ്സിറ്റി പൊസസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അവ എന്തായാലും കൺസർവേറ്റ് ചെയ്തിരിക്കണം. മാത്രമല്ല ഇന്നിവിടെ നിലനിൽക്കുന്ന ബയോഡൈവേഴ്സിറ്റി ഇതേപടി സസ്റ്റൈനബിൾ ആയിട്ട് കൺസർവ് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചർ ജനറേഷനും ഇതിന്റെ ബെനിഫിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എൻവയോൺമെന്റുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷനിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കുള്ളൂ. ഇന്നുള്ള വെള്ളവും വെളിച്ചവും എല്ലാം തന്നെ നാളത്തെ ജനറേഷനും ഇതേപോലെ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. സോ നമുക്ക് എങ്ങനെ ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാബിറ്റേറ്റ് പ്രൊട്ടക്ഷൻ ആണ്. ലൈക്ക് നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ജീവിവർഗ്ഗങ്ങളുടെ, സസ്യങ്ങളുടെ ആയിക്കോട്ടെ ജന്തുജാലങ്ങളുടെ ആയിക്കോട്ടെ അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് എൻഡാഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സ്പീഷീസുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരുടെ ബ്രീഡിംഗ് പ്രോഗ്രാംസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് വൈൽഡ് ലൈഫ് ആക്ട് അതിന് വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് പറയുന്നത് സസ്റ്റൈനബിൾ യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. ഫോറസ്റ്റ് ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും അവയെ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യാനും അവയുടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കുറച്ച് കൊണ്ടുവരാനും ഈ എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കണം. മറ്റൊന്ന് പറയുന്നത് എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ആണ്. റീഫോറസ്റ്റേഷൻ ഒക്കെ കൊണ്ട് തന്നെ ഈ ഡിഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന എക്കോസിസ്റ്റത്തിനെ അതിന്റെ ഡിഗ്രഡേഷനിൽ നിന്നും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റും വെറ്റ്ലാൻഡും ഒക്കെ കൺസേർവ് ചെയ്യുക. ഇനി എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് കൺസർവേഷൻ നടത്താൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ ആൻഡ് എക്സിറ്റീവ് കൺസർവേഷൻ. ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് വെച്ചാൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു സസ്യത്തെ അതിൻ്റെതായ നാച്ചുറൽ ഹാബിറ്റേറ്റിന് അകത്ത് തന്നെ വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയാണ്. സോ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ് ഇതൊക്കെ നമുക്ക് ഇൻസിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ സാധിക്കും. എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് വെച്ചാൽ നാച്ചുറൽ ഹാബിറ്റേറ്റിന്റെ പുറത്ത് കൊണ്ടുവന്ന് ഒരു ജീവിയെയോ സസ്യത്തെയോ മറ്റോ സംരക്ഷിക്കുന്ന മെത്തേഡാണ്. ലൈക്ക് ബ്രീഡിംഗ് പ്രോഗ്രാംസ്, സീഡ് ബാങ്ക്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ പാർക്സ് ഇവയെല്ലാം തന്നെ എക്സിറ്റീവ് കൺസർവേഷന് എക്സാമ്പിൾസ് ആണ്. അവയെ അവയുടെ സംരക്ഷണ മേഖലയ്ക്ക് പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് സംരക്ഷിക്കുക. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് പബ്ലിക്കിൽ അവയർനെസ് ഉണ്ടാക്കുന്നത്. അതായത് ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കീ സ്പീഷീസുകളെയും എൻഡമിക് സ്പീഷീസുകളെയും സംരക്ഷിക്കണം, എന്താണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ആവശ്യകത എന്നവരെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ പബ്ലിക് സപ്പോർട്ട് നേടിയെടുത്തിട്ട് ഉള്ള കൺസർവേഷൻ മെത്തേഡാണ്. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ പാർക്കിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കീ ഫാക്ട്സ് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. ഓൾമോസ്റ്റ് 11 നാഷണൽ പാർക്സ് ആണ് മധ്യപ്രദേശിലുള്ളത്. എന്നാൽ ഒരു നാഷണൽ പാർക്ക് പോലും ഇല്ലാത്ത ഇന്ത്യയിലെ സ്റ്റേറ്റ് ആണ് പഞ്ചാബ് എന്ന്. ലാർജസ്റ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് ഹെമിസ്. അത് ലഡാക്കിലാണുള്ളത്. ഹിമപ്പുലികളെയാണ് ഹെമിസിൽ സംരക്ഷിക്കുന്നത്. ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് നോക്കുകയാണെങ്കിൽ അത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ കാണപ്പെടുന്ന സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് നോക്കുകയാണെങ്കിൽ 1936 ഉത്തരാഖണ്ഡിൽ സ്ഥാപിതമായിട്ടുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ആദ്യകാലത്തിൽ ഇത് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നറിയപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ടൈഗേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ് ജിം കോർബറ്റിലുള്ളത്.
ഇനി ഏറ്റവും റീസെന്റ് ടൈമിൽ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ള നാഷണൽ പാർക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ രണ്ടെണ്ണമാണ്. ഒന്ന് സിൻകാ ജുവാലോ നാഷണൽ പാർക്ക് ആസാം, മറ്റൊന്ന് സിമിലിപാൽ ഒഡീഷയിലെ. ഈ സിമിലിപാൽ ഈ അടുത്തൊക്കെ ആയിട്ട് എക്സാംസിന് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് ഏത് സ്റ്റേറ്റിലാണെന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. സിമിലിപാൽ ഒഡീഷയിലാണ്. ഇവ രണ്ടും 2025 ആഡ് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ പാർക്കിൽ സംരക്ഷിച്ചു വരുന്ന കുറച്ച് കീ സ്പീഷീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ എലിഫന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നാഷണൽ പാർക്സ് ആണ് പെരിയാർ കേരളത്തിലേത്, മറ്റു രണ്ടെണ്ണം ബന്ദിപ്പൂർ ആൻഡ് നാഗർഹോൾ, ഇത് രണ്ടും കർണാടകയിലാണ് ഉള്ളത്. അടുത്തത് റോയൽ ബംഗാൾ ടൈഗർ, ജിം കോർബറ്റ്, സുന്ദർബൻസ്, ബാന്ധവ്ഗഡ്, റത്തംബോറിൽ റോയൽ ബംഗാൾ ടൈഗറിനെ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇനി ഏഷ്യാറ്റിക് ലയന്റെ പ്രൊട്ടക്ഷന് ഉത്തരവാദിത്തമുള്ള ഒരേ ഒരു നാഷണൽ പാർക്ക് ഇന്ത്യയിലുള്ളൂ, അത് ഗിറാണ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൺ ഹോൺഡ് റൈനോസേഴ്സ് ആണെങ്കിൽ കാസിരംഗ ആൻഡ് പൊബിറ്റോറ രണ്ടും ആസാമിലാണുള്ളത്. കാസിരംഗയാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ വൺ ഹോൺഡ് റൈനോസേഴ്സിന്റെ ഹോൺ എന്ന് പറയുന്നത് അത് അസ്ഥിയുടെ ഭാഗമല്ല, രോമങ്ങൾ കൂടിച്ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇനി സ്ലോ ലിയോപാഡ് ആണെങ്കിൽ ഹിമപ്പുലികൾ ഹെമിസിലാണ് സംരക്ഷിക്കുന്നത്. ഒപ്പം നന്ദാദേവി, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, ഈ 3 സ്ഥലത്തും സ്നോ ലിയോപാഡിന്റെ പ്രൊട്ടക്ഷന് റെസ്പോൺസിബിൾ ആണ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി. 1986 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 3 സംസ്ഥാനങ്ങളിലായാണ് വ്യാപിച്ചിരിക്കുന്നത്, കേരളം, തമിഴ്നാട് ആൻഡ് കർണാടക. അടുത്ത ബയോസ്ഫിയർ റിസർവ് ആണ് ഗൾഫ് ഓഫ് മന്നാർ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ, എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണിത്. അടുത്ത ബയോഡൈവേഴ്സിറ്റിയും ഡുഗോങ്സ് ആൻഡ് കോറൽ റീഫ്സിനൊക്കെ ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഗൾഫ് ഓഫ് മന്നാർ. അടുത്തതാണ് സുന്ദർബൻസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ വന പ്രദേശമാണ് സുന്ദർബൻസ്. റോയൽ ബംഗാൾ ടൈഗേഴ്സിനെ ഇവിടെ പ്രകൃതിയാൽ തന്നെ സംരക്ഷിച്ചു വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് നന്ദാദേവി. ഹിമാലയൻ എക്കോസിസ്റ്റത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബയോസ്ഫിയർ റിസർവ് ആണിത്, ഉത്തരാഖണ്ഡിലാണുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് പച്ചുമാർഹി. മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. സത്പുര റേഞ്ചസിലായിട്ടാണ് പച്ചുമാർഹി കാണപ്പെടുന്നത്. അടുത്തതാണ് നോക്രക്. നോക്രക് മേഘാലയയിലെ ഗാരോ കുന്നുകളിലാണുള്ളത്. അവിടുത്തെ സിട്രസ് സ്പീഷീസിന് ഫേമസ് ആയിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് ആണ് നോക്രക്. ഇതിലെ യുനെസ്കോയിൽ റീസെന്റ് ആയിട്ട് എൻട്രി നേടിയിട്ടുള്ള ബയോസ്ഫിയർ റിസർവ് ആണ് കേരളത്തിലും തമിഴ്നാട്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല. 2016 ഇതിനെ ഒരു ബയോസ്ഫിയർ റിസർവ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. അടുത്തത് നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് രാജസ്ഥാനിലെ കിയോലേഡിയോ വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ ഭാരത്പൂർ, രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ മൈഗ്രേറ്ററി ബേർഡ്സിന് എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ സൈബീരിയൻ കൊക്കുകൾക്ക് ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഈ കിയോലേഡിയോ. അടുത്തെന്ന് പറയുന്നത് ചിന്നാറാണ്, കേരളത്തിലെ ചിന്നാറ്. ഗ്രിസിൽഡ് ജയന്റ് സ്ക്വിറലിനും അതേപോലെ സ്റ്റാർ ടോർട്ടോയ്സ് നക്ഷത്ര ആമകൾക്കും ചാമ്പൽ മലയണ്ണാനും ഫേമസ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കേരളത്തിലെ ചിന്നാറ്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ വയനാടാണ്, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അവിടെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ വയനാട് സാങ്ച്വറി. അവിടുത്തെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് എലിഫന്റ് കോറിഡോർ ആണ്. ക്രൂഷ്യൽ ആയിട്ടുള്ള എലിഫന്റ് കോറിഡോർ സ്ഥിതി ചെയ്യുന്നുണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വയനാട്ടിൽ. അടുത്ത് നോക്കുകയാണെങ്കിൽ വേടന്തങ്ങൽ, അതൊരു ബേർഡ് സാങ്ച്വറി കൂടെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ബേർഡ് സാങ്ച്വറിയാണ് വേടന്തങ്ങൽ. നെക്സ്റ്റ് വൺ ഈസ് കച്ച് ഡെസേർട്ട്, ഗുജറാത്തിലെ. അവിടെ ഗ്രേറ്റർ ഫ്ലെമിംഗോ എന്നറിയപ്പെടുന്ന പക്ഷികളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ് ഈ കച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അടുത്തത് നാഷണൽ ചമ്പലാണ്. 3 സ്റ്റേറ്റ്സിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. അവിടെ മെയിൻ ആയിട്ട് എന്താ ഉള്ളത് വെച്ചാൽ ഘാരിയൽസ് ആൻഡ് ഗംഗാറ്റിക് ഡോൾഫിൻസ് ഇവയെ പ്രൊട്ടക്ട് ചെയ്ത് വരുന്ന ഏരിയയാണ് ഈ നാഷണൽ ചമ്പൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അടുത്തതായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ആക്ട്സിനെ നോക്കാം. പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇക്കാലയളവിൽ നിലവിൽ വന്നിട്ടുള്ള നിയമങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് 1972. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന വൈൽഡ് ലൈഫ് ആനിമൽസ്, അതുപോലെ ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ്, ഇവയ്ക്ക് വേണ്ട ലീഗലി വേണ്ട ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇതുവഴിയാണ്, ഈ ആക്ടിലൂടെയാണ് ഇന്ത്യയിൽ നാഷണൽ പാർക്കുകളും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ് 1980 ഇന്ത്യൻ വനസംരക്ഷണ നിയമം. ഇത് ഫോറസ്റ്റ് ഏരിയയെ നോൺ ഫോറസ്റ്റ് പർപ്പസിന് ആയിട്ട് ഉപയോഗിക്കുന്നത് വിലക്കുന്ന നിയമമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ ഒരു വനപ്രദേശത്തെ വനേതര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് തടയുന്ന നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഇൻ 1980. നെക്സ്റ്റ് ആക്ട് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് 1986. ഭോപ്പാൽ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു അംബ്രല്ല ആക്ട് ആണ് ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം.
സോ ഇത് മൊത്തത്തിൽ എൻവയോൺമെന്റൽ ക്വാളിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് സെൻട്രലിന് പവർ കൊടുക്കുന്ന ഒരു നിയമമാണ്. അടുത്തത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ആണ് 2002 CBD എന്ന 1991 നടപ്പാക്കിയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ഈ ആക്ട് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ബയോളജിക്കൽ റിസോഴ്സസിനെയും അതും അസോസിയേറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ നോളജിനെയും കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ആക്ട് ആണ് 2006 നിലവിൽ വന്നത്. ഇത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, വനാവകാശ നിയമം എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ഇത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെയും മറ്റും. അടുത്തതായി നമുക്ക് ഇന്റർനാഷണൽ ലെവൽസിലുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻസ് അതുപോലെ ഇന്റർ ഗവൺമെന്റൽ ബോഡീസും ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ആദ്യത്തേത് UN പാർട്ടായിട്ടുള്ള IUCN ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. 1948 സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആസ്ഥാനമാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് റെഡ് ഡേറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് IUCN ആണ്. ത്രെറ്റൻഡ് ആയിട്ടുള്ള സ്പീഷീസുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റെഡ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് IUCN ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും പഴക്കം ചെന്നതായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ നെറ്റ്വർക്ക് ആണ് IUCN. അടുത്തത് നോക്കുകയാണെങ്കിൽ IPBES ആണ്, ഇന്റർ ഗവൺമെന്റൽ സയൻസ് പോളിസി പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം സർവീസസ്. ഇത് ബയോഡൈവേഴ്സിറ്റിയുടെ IPCC എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റിന്റെ ബയോഡൈവേഴ്സിറ്റി അതിനെ സയന്റിഫിക് ആയിട്ട് അസസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇതും സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ജൈന്റ് പാൻഡ, ഭീമൻ പാൻഡയാണ് ഇവരുടെ ഒഫീഷ്യൽ സിമ്പൽ ആയിട്ട് വരുന്നത്. കീ ഔട്ട്പുട്ട് എന്നറിയപ്പെടുന്നത് 2 വർഷത്തിലൊരിക്കൽ ഇവർ പുറത്തിറക്കുന്ന ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന അത് വേൾഡ് വൈഡ് ഫണ്ടാണ്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ WCMC എന്നറിയപ്പെടുന്ന വേൾഡ് കൺസർവേഷൻ മോണിറ്ററിംഗ് സെന്റർ ആണ്. ഇത് UNEPയുടെ ഒരു സ്പെഷ്യൽ ആമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആൻഡ് ഇറ്റ് മോണിറ്റേഴ്സ് ദ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി. അടുത്ത് നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ആണ്. 2003 ചെന്നൈ ആസ്ഥാനമായാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഇവരുടെ പ്രധാനപ്പെട്ട റോൾ എന്താ വെച്ചാൽ ഈ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, അതായത് ബയോ പൈറസി, പിന്നെ ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് എല്ലാം പരിഹരിക്കുക, ബയോഡൈവേഴ്സിറ്റി ആക്ടിന് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ NBA പ്രധാനപ്പെട്ട ചുമതല. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ്, WII എന്നറിയപ്പെടുന്നത്. ഡെറാഡൂൺ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഓൾ ഇന്ത്യ ടൈഗർ എസ്റ്റിമേഷനെ ലീഡ് ചെയ്യുന്ന ഏജൻസിയാണ് ഈ WII എന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആൻഡ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ആസ്ഥാനം കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ഫ്ലോറ ആൻഡ് ഫൗണ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സർവേയിങ് ആൻഡ് ഡോക്യുമെന്റിംഗ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല. അടുത്ത് നോക്കുകയാണെങ്കിൽ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ്, NBWL. ഇതിന് ചെയർമാൻ ആയിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യയിലെ നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകളെ അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ജോബ്. അതിന്റെ ഒരു അപ്പെക്സ് ബോഡി ആയിട്ടാണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ചെയർമാൻ ആയിട്ട് പ്രൈം മിനിസ്റ്റർ വരുന്നത്. ഇനി നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടിയിട്ട് ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ട്, കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്. ഇതിന്റെ ആസ്ഥാനം ട്രിവാൻഡ്രം ആണ്. സോ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കുന്നത് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് എക്കോളജിക്കൽ ബാലൻസ് അത്യാവശ്യമാണ്. അതിന് നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്തേ തീരൂ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റോട് കൂടി സസ്റ്റൈനബിൾ ആയ രീതിയിൽ ഇന്നത്തെ കാണപ്പെടുന്ന ഈ നാച്ചുറൽ റിസോഴ്സസ് അത്രയും നാളത്തേക്കും ഉപയോഗപ്പെടുത്തണം എന്ന ബോധ്യത്തോടു കൂടി ഇന്ന് കാണുന്ന ജീവിവർഗങ്ങൾക്ക് ഒരു വിധത്തിലുള്ള നാശവും സംഭവിക്കാത്ത രീതിയിലുള്ള പുരോഗമനങ്ങൾ കൊണ്ടുവന്ന് നമ്മളോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള ചുറ്റുപാടും സംരക്ഷിച്ചു പോകാനുള്ള ചുമതല കൂടെ നമ്മൾ ഏറ്റെടുക്കണം. താങ്ക് യു.